കഴുത്ത് വേദന, അതും നടുവേദന പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കുറച്ചുകൂടെ പ്രായം കൂടിയ ആൾക്കാരിലാണ് ഈ ഒരു കഴുത്ത് വേദന ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഓക്കെ, പക്ഷെ കഴുത്ത് വേദന അനുഭവപ്പെടുമ്പോഴത്തേക്കും അത് കഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വേദന അല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കയ്യിലേക്ക് ഒരു കഴുപ്പ് പോലുള്ള വേദന അനുഭവപ്പെടുക, കയ്യിലേക്ക് മരവിത്ത തരിപ്പ്, ഒരു വസ്തു പൂർണ്ണമായും ബലത്തിൽ പിടിക്കാൻ കഴിയാത്തൊരവസ്ഥ, ബലക്കുറവ് അനുഭവപ്പെടുക, സ്വന്തമായിട്ട് മുടി ജീവാൻ കഴിയാത്തൊരവസ്ഥ, സ്വന്തമായിട്ട് ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തു എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കും കൈ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കയ്യിലേക്ക് കഴുപ്പ് പോലെ ഇറങ്ങുന്ന ഒരു വേദന, ഇതെല്ലാം റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴുത്തിൻ്റെ എല്ലുകൾക്കിടയിലുള്ള ഡിസ്ക് പുറത്തോട്ട് തള്ളി വരുന്നതിൻ്റെ ഭാഗമായിട്ട് സുഷ്മന നാഡിയിൽ നിന്നും കയ്യിലേക്ക് വരുന്ന നരമ്പുകളെ കംപ്രസ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുന്നത്. അതിന് ചികിത്സ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ മെഡിസിൻസ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയും വെച്ച് ഒരു പരിധി വരെ നമുക്ക് രോഗനിർണ്ണയം നടത്തിയതിന് ശേഷം നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ വേദന ഇൻ കേസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൾപ്രിറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക് എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർജറി ചെയ്ത് പലപ്പോഴും നീക്കം ചെയ്യേണ്ടതുണ്ടാകാറുണ്ട്. എല്ലാ നെക്ക് പെയിനും എല്ലാ കഴുത്ത് വേദനയും നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞതുപോലെ ഒരു 90% വേദനകളും നമുക്ക് മരുന്ന് കൊണ്ടും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിലും മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ചില വേദനകൾ നമ്മൾ ഈ എടുത്തു പറഞ്ഞ കയ്യിലേക്ക് മരുന്നുകൾ കൊടുത്തതിന് ശേഷവും 2 ആഴ്ച 3 ആഴ്ച നമ്മൾ തുടർച്ചയായി മരുന്ന് കഴിച്ചതിന് ശേഷവും വേദന തീരെ മാറുന്നില്ല. എന്നാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ഈ വേദന അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അത്തരം ബുദ്ധിമുട്ടുള്ള വേദനകൾ നമ്മൾ പലപ്പോഴും സർജറിയിലോട്ട് പോകേണ്ടതുണ്ട്. സർജറി ഒരു ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രോസസ്സൊന്നും അല്ല. പുറത്തോട്ട് ചാടിയിരിക്കുന്ന ഡിസ്കിൻ്റെ ആ ഒരു അംശം മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ നീക്കം ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കം ചില കേസസിൽ നമുക്ക് ഡിസ്ക് എലമെൻറ്റ് മൊത്തമായിട്ട് മാറ്റി അവിടെ താൽക്കാലികമായിട്ട് നമുക്കൊരു പ്ലേറ്റും സ്ക്രൂവും വെച്ച് ഫിക്സ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനവും നമുക്ക് മരുന്നിൽ തന്നെ ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വേദനകൾ ഈ പറഞ്ഞ പോലുള്ള കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് മാറുന്നില്ല. അത്തരം പെയിനാണ് നമ്മൾ ഇൻട്രാക്റ്റബിൾ പെയിൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വേദനകൾക്ക് മാത്രം നമ്മൾ സർജറിയുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയാകും. AR Super Specialty Hospital. Your health, our priority.